കവിത ഇങ്ങനെ ഒരു വേദിയിൽ വായിക്കുന്നതിനൊരു സാങ്കത്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കവിത മലയാള കവിതയുടെ ഒരു ചരിത്രത്തിൻ്റെ കൂടി വരുന്നൊരു കവിതയാണ്. കവിതയുടെ പേര് പങ്ക്. പങ്ക്. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കാണാൻ ഞാൻ പോയില്ല. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാന കവിതകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തി ചായുന്നു. എൻ്റെ സ്കൂൾ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കാണാൻ ഞാൻ പോയില്ല. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാന കവിതകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തി ചായുന്നു. ഞാൻ മുട്ടിയിഴഞ്ഞ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കാണാനായി പോകാൻ കണ്ണും കാലും ഉറച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാനകാല മാസ്റ്റർ പീസുകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തിത്തിരി. എൻ്റെ വാശിക്കരച്ചിൽ ഊതിക്കെടുത്താത്തതിനാൽ അത് കൊളുത്തപ്പെട്ടു. ഞാൻ മുട്ടിലിഴഞ്ഞ കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. വേണമെങ്കിൽ എനിക്ക് കാണാമായിരുന്നു. കാണാനായി പോകാൻ കണ്ണും കാലും ഉറച്ചിരുന്നില്ല എന്നേ ഉള്ളൂ. ആ സമയം കൂടി അദ്ദേഹത്തിന് എഴുതാനായി കൊടുത്തു. ഞാൻ കൊടുത്ത സമയം കൊണ്ടാവാം തൻ്റെ അവസാനകാല മാസ്റ്റർ പീസുകളിൽ ഒന്ന് അദ്ദേഹം എഴുതിയത്. ഒരു പക്ഷേ അന്തിത്തിരി. എൻ്റെ വാശിക്കരച്ചിൽ ഊതിക്കെടുത്താത്തതിനാൽ അത് കൊളുത്തപ്പെട്ടു. ഞാൻ ജനിച്ചിട്ടേയില്ലാത്ത കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. തീർച്ചയായും എനിക്ക് കാണാമായിരുന്നു. കാണാൻ ഞാൻ ഇല്ലായിരുന്നു എന്ന് മാത്രം. ആ സമയം കൂടി അദ്ദേഹത്തിന് കൊടുത്തു. ആ കൊടുത്ത സമയം കൂടി ചേർത്താവാം 51 വയസ്സിനകം തൻ്റെ മുഴുവൻ കവിതകളും എഴുതി തീർത്ത് അന്തിമമാം മണമർപ്പിച്ചടിഞ്ഞ മലർ പോലെ തിരക്കിട്ട് അദ്ദേഹം കടന്നുപോയത്. ഞാൻ ജനിച്ചിട്ടേയില്ലാത്ത കാലത്തും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നു. തീർച്ചയായും എനിക്ക് കാണാമായിരുന്നു. കാണാൻ ഞാൻ ഇല്ലായിരുന്നു എന്ന് മാത്രം. ആ സമയം കൂടി അദ്ദേഹത്തിന് കൊടുത്തു. ആ കൊടുത്ത സമയം കൂടി ചേർത്താവാം 51 വയസ്സിനകം തൻ്റെ മുഴുവൻ കവിതകളും എഴുതി തീർത്ത് അന്തിമമാം മണമർപ്പിച്ചടിഞ്ഞ മലർ പോലെ തിരക്കിട്ട് അദ്ദേഹം കടന്നുപോയത്. വൈലോപ്പിള്ളി, ഇടശ്ശേരി, ആശാൻ അവർ തീർത്ത ശില്പങ്ങളിൽ എൻ്റെ സമയത്തിൻ്റെ ഒരു മുറി എല്ല്, ഒരു തുണ്ട് മാംസം, ഒരു തുടം ചോര. അവർ നട്ടു പടർത്തിയവയിൽ എൻ്റെ സമയം ഒരു ഇല. എൻ്റെ ബാക്കി സമയം ഉതിർന്നു കിടക്കുന്നു താഴെ. ദൂരെ ഒരു മുടിയിഴ, ചക്രവാള രേഖ, ഒരു വരി എഴുതാൻ. വൈലോപ്പിള്ളി, ഇടശ്ശേരി, ആശാൻ അവർ തീർത്ത ശില്പങ്ങളിൽ എൻ്റെ സമയത്തിൻ്റെ ഒരു മുറി എല്ല്, ഒരു തുണ്ട് മാംസം, ഒരു തുടം ചോര. അവർ നട്ടു പടർത്തിയവയിൽ എൻ്റെ സമയം ഒരു ഇല. എൻ്റെ ബാക്കി സമയം മുതിർന്നു കിടക്കുന്നു താഴെ. ദൂരെ ഒരു മുടിയിഴ, ചക്രവാള രേഖ, ഒരു വരി എഴുതാൻ.